പപ്പടം കൊണ്ട് നിങ്ങൾ ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടോ? പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അധികം താമസമൊന്നുമില്ല ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ കുറച്ച് പപ്പടം എടുത്ത് വറുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തോരാണ് ഉണ്ടാക്കേണ്ടത് അതനുസരിച്ചുള്ള പപ്പടം എണ്ണയിൽ വറുത്തെടുക്കണം. പപ്പടം എല്ലാം വറുത്തെടുത്ത ശേഷം ആ സെയിം എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് മുളകും കൂടെ വറുത്തെടുക്കണം. മുളക് നിങ്ങളുടെ എരിവിൻ്റെ അനുസരിച്ചാണ് കേട്ടോ എടുക്കേണ്ടത്. മുളക് വറുക്കുമ്പം ഇതുപോലെ നന്നായിട്ട് വറുത്തെടുക്കണം. നല്ല കരിഞ്ഞ് വരുന്ന പോലെ വരണം. അതുപോലെ അത്രയും നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം മുളക് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. പപ്പടവും മുളകും എല്ലാം കൂടെ ചൂടാറിയ ശേഷം ഇനി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ മുളകും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി അത് ഉടയ്ക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇല്ലെങ്കിൽ ഒരു കല്ല് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇടിച്ചു കൊടുക്കുക. ഞാൻ കല്ല് വെച്ചിട്ടാണ് അവിടെ കൊടുത്തത്. കൈയൊക്കെ പോകാതിരിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്ത്. ഇവിടെ മുളകൊക്കെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുത്തു. ഞാൻ ഒരു സവാള ഇതുപോലെ കൊത്തി അരിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. ഇനി ഉപ്പ് ചേർക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം ചില പപ്പടത്തിന് നന്നായിട്ട് ഉപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പം അതനുസരിച്ച് വേണം ഉപ്പ് കൊടുക്കാനായിട്ട്. ഉപ്പ് ഒത്തിരി ആയി പോകല്. ഇനി ഇതിലേക്ക് പപ്പടം കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് കൈകൊണ്ട് പൊടിച്ചിട്ട് കുറച്ച് സമയം ഈ സവോളയും ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കണം. ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് ഉടച്ചെടുക്കണം കേട്ടോ. ആ സവോളയൊക്കെ ഉടച്ച് അതിനകത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വന്നോടം വരെ നല്ല രീതിയിൽ തന്നെ ഉടച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് പുളി ചേർക്കാം. ഞാനിവിടെ പുളിയൊന്നും ചേർത്തിട്ടില്ല. പുളി ചേർത്താലും നല്ലതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ്. ഇപ്പോൾ നമ്മുടെ പപ്പടം കൊണ്ടുള്ള ചമ്മന്തി എന്നൊക്കെ പറയാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി. ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ ഒക്കെ കഴിക്കാനായിട്ട് പറ്റിയതാണ്. അവസാനം ഇതിലേക്ക് കുറച്ച് ആ പപ്പടമൊക്കെ വറുത്ത എണ്ണ മിച്ചമുണ്ടെങ്കിൽ ആ എണ്ണയും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പപ്പട ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കണേ എല്ലാവരും.